ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു RC കാർ മേടിച്ചിട്ടുണ്ട്. റീചാർജബിൾ കാറാണ്. പിന്നെ ഇതിൽ റിമോട്ട് ഫങ്ഷൻ, ശരിക്കും ഒരു ഓഫ് റോഡ് വെഹിക്കിളാണ് ഇത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. 1000 രൂപേൻ്റെ ഉള്ളിലായി. 4 വീൽ ഡ്രൈവ് അല്ല, സിംഗിൾ വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നേരെ പോയിട്ട് എന്ത് ചെയ്യാം, അൺബോക്സിങ് കണ്ടുപോവാം. അപ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. നമുക്കന്നൊന്ന് ഇതിലേക്കൊന്ന് ഓഫ് റോഡ് ഒന്ന് ഓടിച്ചൊക്കെ നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കാണ്ടിരിക്കുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കാറ് വന്നേക്കുന്ന പാക്കേജ്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. അതിനുള്ളിൽ ഒരു ബോക്സിലാണ് വന്നേക്കുന്നത്. നല്ല രീതിയിലുള്ള പാക്കിംഗ് ആയിരുന്നു, കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ വളരെ സെക്യൂർ ആയിട്ടാണ് സാധനം വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ടൈറ്റായി ഇളകി പോകാത്ത വിധമാണ് ഇത് പാക്ക് ചെയ്ത് വിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാമേജ് ഒന്നുമില്ല നമുക്കിവിടെ എത്തിയപ്പോൾ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ ഈ കാർബോർഡ് ഭാഗമായിട്ട് സ്ക്രൂ ചെയ്താണ് ഇത് നിർത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇളക്കമൊന്നുമില്ല. അത് റിമോട്ടാണെങ്കിലും കറക്റ്റായിട്ട് ബോൾട്ട് ചെയ്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നും. അതുകൊണ്ട് നമുക്ക് വരുന്ന പാക്കേജിൽ വേറെ പ്രത്യേക ഡാമേജും കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തന്നെ ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം അഴിച്ചെടുക്കാം. ഓക്കെ, ഫൈനലി ഇത് ഇങ്ങനെയാണ്. നമുക്ക് അതിലൊരു USB കേബിൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നീട്ടമുണ്ട്. മൈക്രോ C ടൈപ്പ് കേബിളാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് ബാറ്ററി വരുന്നത്. നല്ല അടിപൊളി ബ്ലാക്ക് കളറിലാണ് നമ്മുടെ വണ്ടി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ടയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റബ്ബറിൻ്റെ ടയറാണ്. നമുക്ക് കാറ്റ് നിറച്ചതായിട്ട് ഫീൽ ചെയ്യും. ട്യൂബ്ലെസ് പോലത്തെ ഒരു ടയറാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷോക്ക് പോലെ 4 പിന്നെ അതിൻ്റെ ഡ്രൈവ് ചെയ്യുന്ന മോട്ടോർ ഇരിക്കുന്ന ഭാഗമാണിത്. അതിന് ശേഷം അതിൻ്റെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മോട്ടോർ ഇരിക്കുന്ന മെക്കാനിസം ഇരിക്കുന്ന ഭാഗമാണിത്. ബോഡിയൊക്കെ മെറ്റൽ പീസാണ് വന്നിട്ടുള്ളത്. മൊത്തം ആ സ്ക്രൂ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണുന്ന മെറ്റലാണ്. പിന്നെ സ്റ്റെപ്പിനൊക്കെ വെച്ച പോലെ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ, സീറ്റൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ശരിക്കും ഒരു ഓഫ് റോഡ് വെഹിക്കിളിൻ്റെ രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തന്നെ പറയാം, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ അടിയിലാണ്. ചാർജ് ചെയ്യാനൊരു മൈക്രോ C പോർട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ചും അതിൻ്റെ താഴത്തായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിങ് ഫൈനൽ ട്യൂൺ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് ഇതിൻ്റെ അവിടെ. പിന്നെ നമുക്ക് ഈ C ടൈപ്പ് മൈക്രോ USB കേബിൾ ഏത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് ചാർജ് ചെയ്തെടുക്കാവുന്നതാണ്. ഫോണിൻ്റെ ഏത് അഡാപ്റ്ററിലെങ്കിലും എടുക്കാം. പിന്നെ വന്നിട്ട് റിമോട്ടാണ്. റിമോട്ടിൽ നമുക്ക് സാധാരണ ഇച്ചിരി വിലയുള്ള RC കാറിലൊക്കെ വരുന്ന രീതിയിലുള്ള റിമോട്ടാണ്. ഇതൊരു സ്ക്രൂ ആണ് വന്നിട്ടുള്ളത്. നമുക്കത് അയക്കാം. ഇതിൻ്റെ ബാറ്ററി ഇടുന്നത് ഈ അടിഭാഗത്താണ്. ഇത് റിമോട്ട് മാത്രം വന്നിട്ട് റീചാർജബിൾ അല്ല വരുന്നത്. ഇതും കൂടെ ഒന്ന് റിമോട്ട് ആക്കിയാൽ നല്ലതായിരുന്നു. സാധാരണ ക്ലോക്കിൽ ഇടുന്ന ടൈപ്പ് ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൺട്രോൾ ചെയ്യാനുള്ള ട്രിഗർ വരുന്നത്. പിന്നെ ഇത് നമുക്ക് റൈറ്റ് ലെഫ്റ്റ് ടേൺ ചെയ്യാനുള്ള ഇതിൻ്റെ ആൻറ്റിന. പിന്നെ ഓരോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് റൺ ചെയ്യിക്കാനുള്ള ഒരു ഓപ്ഷനുമാണ് ഇത്രയാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഓൺ ആക്കിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ട്രിഗർ. നമ്മൾ ബാക്കിലേക്ക് ആക്കിയാൽ ബാക്കിലേക്ക് പോകും.
പൊസിഷനിലേക്കാക്കിയാൽ ഫോർവേഡ് കറങ്ങും. അതുപോലെ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ലെഫ്റ്റ് ടേൺ ചെയ്യും. ഓക്കെ, ഇനി നമുക്കൊന്ന് ഇത് നമുക്ക് നിലത്തൊന്ന് ഓടിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ RC കാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.